ഒട്ടും അനുകൂലമല്ലാതിരുന്ന സാഹചര്യങ്ങളെ കഠിനാധ്വാനം കൊണ്ട് അനുകൂലമാക്കി ജീവിത വിജയം നേടിയിട്ടുള്ള ധാരാളം ആളുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ എന്നും മുൻനിരയിൽ നിൽക്കുന്ന ഒരു വനിതാരത്നമാണ് അമേരിക്കയിൽ നിന്നുള്ള വിൻഫ്ര ഓഫ്രെ എന്ന മാധ്യമപ്രവർത്തക. 1986 മുതൽ തുടർച്ചയായി 25 വർഷം ഓഫ്ര ഷോ അമേരിക്കയിൽ നടത്തപ്പെട്ടു. അമേരിക്കൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഒരു ഇതിഹാസ തുല്യമായ ഏടാണത്. ഈ സ്ഥാനത്തേക്ക് വിൻഫ്ര ഓഫ്രെ എത്തുന്നത് ചുവന്ന പരവതാനിയിലൂടെ ആയിരുന്നില്ല. അതികഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ, പരുക്കൻ ജീവിതത്തെ നേരിട്ടുകൊണ്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളെ സധൈര്യം നേരിട്ട് ആണ് വിൻഫ്ര ആ സ്ഥാനത്തേക്ക് എത്തുന്നത്. കാരണം സാമൂഹികമായും സാമ്പത്തികമായും ഉച്ചനീചിത്വം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ട കറുത്തവർഗക്കാരിയായ ആ സ്ത്രീ തൻ്റെ വിൽ പവർ ഒന്നുകൊണ്ട് മാത്രം ഈ ലോകത്തെ കീഴടക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളല്ല, നമ്മുടെ പശ്ചാത്തലമല്ല നമ്മളെ നിശ്ചയിക്കുന്നത്. നാം എന്ത് ചിന്തിക്കുന്നു, എന്ത് തീരുമാനിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ ഇന്നലകളിലേക്ക് നോക്കിയിരിക്കുന്നതിനൊരു അർത്ഥമില്ല. ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നാളത്തേക്ക് എന്ത് പിന്നെ തുടങ്ങാൻ കഴിയും എന്നുള്ളതിനെ മാത്രം ആശ്രയിച്ചാണ് നിങ്ങളുടെ ജീവിതം. ശരിക്കും വിൻഫ്ര ഓഫ്രയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ അവർ പറയുന്ന ഒരു പ്രധാന സന്ദേശം അതാണ്: നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണ്ട. നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്നോ, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നു, നിങ്ങൾ നാളെ അതായിത്തീരും. അതുകൊണ്ട് അമേരിക്കയിലെ ആദ്യത്തെ വനിതാ ബില്യണറാണ് വിൻഫ്ര ഓഫ്രെ, കറുത്തവർഗക്കാരിയായ. അവരുടെ ജീവിതം നമുക്ക് ഒരു പ്രചോദനമാണ്, നമുക്കൊരു വഴികാട്ടിയാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഇത്തരത്തിലുള്ള പ്രഗത്ഭരായ ആളുകളുടെ ജീവിതം സഹായിക്കുക തന്നെ ചെയ്യും. നമുക്കൊരു മോട്ടിവേഷൻ്റെ കുറവാണ് പലപ്പോഴും സംഭവിക്കുന്നത്. എന്നാൽ മോട്ടിവേഷൻ കൊണ്ട് മാത്രം കാര്യമില്ല. മോട്ടിവേഷനെ തുടർന്ന് നമ്മുടെ സൈഡിൽ നിന്നും ഒരു ആക്ഷൻ ഉണ്ടാകണം. ആക്ഷൻ ഉണ്ടായാൽ നമ്മൾ നിശ്ചയമായിട്ടും മുന്നോട്ട് പോകും, വിജയിക്കും. താങ്ക് യു.